പാകിസ്ഥാന് വേണ്ടി ചാരപ്രവൃത്തി നടത്തിയ 2 പേർ പഞ്ചാബിൽ അറസ്റ്റിൽ. പാലക് ഷർമസ്, സൂരജ് മസിഹ് എന്നിവരാണ് അറസ്റ്റിലായത്. മൂടുപോയി, കംപ്ലീറ്റ് മൂടുപോയി. ആ പേരങ്ങോട്ട് കേട്ടോടുകൂടി ആ കംപ്ലീറ്റ് മൂട്ട് പോയി. ഞാനിങ്ങനെ മൈക്കും സെറ്റപ്പും വെച്ച് ഇങ്ങനെ ഓടാൻ നിൽക്കുക നമ്മുടെ മലയാളം ടിവിയിലോട്ട്. തന്ത്രപ്രധാനമായ സൈനിക വിവരങ്ങൾ ചോർത്തിയതിനാണ് അറസ്റ്റ്. ഇരുവരും സൈനിക കന്റോൺമെന്റുകളുടെയും വ്യോമത്താവളങ്ങളുടെയും ഫോട്ടോകൾ പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISIക്ക് അയച്ചതായി കണ്ടെത്തി. നോബിൾ മാരിക്കാരൻ നമുക്കൊപ്പം. നോബിൾ മാരിക്കാരൻ, പഞ്ചാബിൽ അറസ്റ്റിലായവർ സൈനിക വിവരങ്ങളാണ് ISIക്ക് ചോർത്തി നൽകിയിരിക്കുന്നത്. ഇവർ ഈ പ്രവൃത്തിയിൽ എത്ര കാലമായി ഏർപ്പെട്ടിരുന്നവരാണ്? എങ്ങനെയാണ് ഇവരിലേക്ക് എത്തിയത്? വളരെ പ്രധാനപ്പെട്ട 2 അറസ്റ്റുകളാണ് ഇപ്പോൾ പഞ്ചാബിൽ ഉണ്ടായിരിക്കുന്നത്. പ്രധാനപ്പെട്ട, അതായത് സൈനിക കന്റോൺമെന്റുകളുടെയും അമൃത്സർ എയർബേസ് അടക്കമുള്ളവരുടെയും ചിത്രങ്ങൾ ISIക്ക് ചോർത്തി നൽകിയെന്നാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഞ്ചാബ് പോലീസ് വ്യക്തമാക്കുന്നത്. നിലവിൽ ജയിലിൽ കഴിയുന്ന ഭീകരനും അതോടൊപ്പം തന്നെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടുള്ള പിട്ടു എന്ന ഹർപ്രീത് സിംഗ് ആണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് നൽകിയത്. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരങ്ങൾ ലഭിച്ചത്. അതിന് പിന്നാലെയാണ് 2 പേരെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. പാലക്ഷർ മസി അതോടൊപ്പം തന്നെ സൂരജ് മസി എന്നാണ് ഇവരുടെ പേരുകൾ. ഈ 2 പേരും കഴിഞ്ഞ കുറെ നാളുകളായി ചാരപ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്നു എന്ന പ്രാഥമിക വിവരമാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ തന്ത്രപ്രധാനമായ പല ദൃശ്യങ്ങൾ, പ്രത്യേകിച്ച് ഫോട്ടോഗ്രാഫുകൾ അടക്കം വീഡിയോഗ്രാഫുകൾ അടക്കം എടുത്ത് പാകിസ്ഥാന് കൈമാറിയത് വഴി വലിയ സുരക്ഷാ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഇവരുടെ ഭാഗത്ത് നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ ഒരു വിലയിരുത്തൽ ഇപ്പോൾ ഉള്ളത്. ഇതിൽ വിശദമായ അന്വേഷണം നടക്കും എന്ന് പഞ്ചാബ് DGP വ്യക്തമാക്കുകയും ചെയ്യുന്നു. എന്താണെങ്കിലും നിലവിൽ ഇവർ പഞ്ചാബ് പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. NIA അടക്കമുള്ള ഏജൻസികൾക്ക് ഇവരെ കൈമാറാനുള്ള സാധ്യതയും ഉണ്ട്. ഇവർ കൃത്യമായി തന്നെ പാകിസ്ഥാൻ ബന്ധമുണ്ട് എന്നതാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ അറസ്റ്റിലേക്കും അതോടൊപ്പം തന്നെ ബാക്കി നടപടിക്രമങ്ങളിലേക്കും പോലീസ് പോവുകയും വിശദാംശങ്ങൾ പുറത്തേക്ക് വിടുകയും ചെയ്തിരിക്കുന്നത്. എന്താണെങ്കിലും പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ രാജ്യവ്യാപകമായ തരത്തിൽ ചാരപ്രവൃത്തി ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ, അതോടൊപ്പം തന്നെ ഇവർക്ക് വേണ്ട ഇത്തരത്തിൽ വിവരങ്ങൾ നൽകുന്നവർക്ക് വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ ശക്തമായി തന്നെ സൈനിക കോണുകളും ഒപ്പം പോലീസും ഒക്കെ നടത്തി വരുന്നുണ്ട്. അത്തരത്തിലൊരു നീക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഈ 2 അറസ്റ്റും ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ പോലീസ് വ്യക്തമാക്കുന്നത്. ഇനിയിപ്പോൾ കൂടുതൽ ചോദ്യം ചെയ്ത ശേഷം ഇതുമായി ബന്ധപ്പെട്ട ബാക്കി വിശദാംശങ്ങൾ പങ്കുവയ്ക്കും എന്നാണ് പഞ്ചാബ് DGP അറിയിക്കുന്നത്. സുജയ, കൊട്ടിക്കാരി തുപ്പൊരു പണി മുസ്ലിം മൊത്തത്തിലിട്ടിട്ട് ആ പേര് കേട്ടപ്പോൾ സൂരജും ലക്ഷർ മസിയും ഇതാണ് കുഴപ്പം. ഇങ്ങനെ കൊഴുത്ത് വരുന്നൊരു സമയത്ത് ഇമാതിരി ആ പേര് കേട്ടിട്ട് ആ ഒരു പ്രത്യേക മതവിഭാഗമല്ല, അവിടെയാണ് നമ്മൾ ഈ ഇങ്ങനെ പെട്ടുപോണത്. നല്ലൊരു ഐഡിയ പൊളിച്ച സാധനം ഇത്. മലനമ്പ്യാർ ഇപ്പം എന്നെ വിളിച്ച് വെച്ചതല്ല, ഒരു കിട്ടുള്ള സാധനം വരുന്നുണ്ട്. ഇത് പേര് കേട്ടോടെ മുമ്പ് ഒരു കക്കൂസ് കയറിയെന്നാണ് കേട്ടത്. ചർച്ചൊക്കെ ഇരിക്കുന്നില്ലോ അല്ലേ. എന്ത് രസമായിട്ട് വരുന്നത്. ഇങ്ങനത്തെ പരിപാടികൾ വരണം. ഇതിലൊക്കെ ഈ മറ്റേ ആ പ്രത്യേക മതവിഭാഗത്തിൻ്റെ പേര് കയറുമ്പോഴല്ലേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. ഏതൊക്കെ ചാനൽ കയറി നിരങ്ങായിരുന്നു ഇപ്പം നമുക്ക്. എന്ത് രസമായിട്ട് ഡിബേറ്റ് ചെയ്തിട്ട് എൻ്റെ പൊളിച്ച സംഭവം കംപ്ലീറ്റ് കഴിഞ്ഞു പോയി. ഇതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഈ ചാരന്മാരെ പിടിക്കുന്ന ഒക്കെ ഈ മറ്റേ പ്രത്യേക മതമില്ല, മറ്റേ മതക്കാരാണ് എപ്പോഴും വരുന്നത്. അതുകൊണ്ട് അത് മാത്രം ചർച്ച ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ലോകത്ത് എവിടെയെങ്കിലുമൊക്കെ നടന്ന കുറേ കാര്യങ്ങൾ വെച്ചിട്ട് ഞാനിങ്ങനെ വലിയ മറ്റേ ഹിന്ദു മറച്ച ഹിന്ദു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കും. അതിൻ്റെ ഇടക്ക് നാട്ടിൽ നിന്ന് പിടിക്കണമെങ്കിൽ ഇന്ത്യയിൽ നിന്ന് പിടിക്കുന്ന ചാരന്മാരെ പേര് മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ആ പ്രത്യേക മതവിഭാഗത്തിലോട്ട് വരുന്നുമില്ല. പാകിസ്ഥാൻ ഇവിടെ വന്നിട്ട് വരുന്നുണ്ട്, പാകിസ്ഥാൻ ഇവിടെ വന്ന് പലരും കൊന്നു പോകുന്നതൊക്കെ നമ്മൾ കണ്ടു. പാകിസ്ഥാനിൽ ഒരുപാട് പേര് വരുന്നുണ്ട് ഇങ്ങോട്ട് അല്ലേ. മുഹമ്മദായിട്ടും അഹമ്മദായിട്ടും ജമാലായിട്ടും കമാലായിട്ടും ഒക്കെ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ പിടിക്കുന്ന ഒക്കെ ആണെങ്കിലോ മറ്റേ ആൾക്കാരുവാ. അതട്ടോ ആർത്തിയും വരുന്നില്ല, ആരും ഇട്ട് ചർച്ച ചെയ്യാനും നിൽക്കുന്നില്ല, ഒന്നുമില്ല. ഇനി പെഹൽഗാമിലും ഈ പറഞ്ഞ വാണങ്ങൾക്ക്, പാകിസ്ഥാനി വാണങ്ങൾക്ക് ഇങ്ങോട്ട് കയറാനുള്ള മറ്റേ വഴി ഒപ്പിച്ചെടുത്തത് ഈ കൂട്ടത്തിൽപ്പെട്ട വാണങ്ങളാണോ എന്നുള്ളത് ഇവിടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എന്താണെങ്കിലും നല്ലൊരു സ്കോപ്പുള്ളൊരു ന്യൂസായിരുന്നു. ആ 2 പേര് അവിടെയാണ് നമ്മൾ വീണ് പോയത്. ഇനി എങ്ങനെയെങ്കിലും ഇവന്മാരെ പ്രത്യേക മതവിഭാഗത്തിലോട്ട് പെടുത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ, അതെല്ലാം അങ്ങനെ വല്ല സ്കോപ്പ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു തരണം കേട്ടോ. എങ്കിൽ നമ്മൾ നാളെ മുതൽ നമ്മൾ 18-ാം ചാനലിലും അതുപോലെ മലയാളം ചാനലിലും വന്നിരുന്ന് തൂറുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അതൊക്കെ നിൽക്കട്ടെ. നിങ്ങളിപ്പം ഈ ഒരു ന്യൂസ് കണ്ടു അല്ലേ. എന്താണ് ലക്ഷർ സായും അതുപോലെ സൂരജ് മാസി, ലക്ഷർ മാസി. 2 പേര് കേട്ടാലും രണ്ടും ഇതിൽ വരില്ല, ഇസ്ലാമിൽ വരും തോന്നില്ല കണ്ടിട്ട്. രണ്ടും മറ്റേ വിഭാഗക്കാരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു കൊട്ടിഘോഷിച്ചൊരു ന്യൂസൊന്നും നമ്മുടെ ഒരു ഗോദി ചാനലുകളിലും അല്ലെങ്കിൽ ഒരു മോദി വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലും വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ നാട്ടിലെ 1-2 ഇതുപോലത്തെ ചാനലുകൾ വന്നിങ്ങനെ പറഞ്ഞങ്ങോട്ട് പോകും. അപ്പുറത്തോട്ട് പ്രത്യേകിച്ച് ഈ നാട്ടിൽ വലിയ ഡിസ്കഷനോ കാര്യങ്ങളോ ഒന്നും വരാൻ പോകുന്നില്ല. കാരണം ഈ പറഞ്ഞ മൈനോറിറ്റി, ന്യൂനപക്ഷം, ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആൾക്കാരെ പേരുണ്ടെങ്കിലല്ലേ നമുക്ക് നാട്ടിൽ കൊഴുപ്പിക്കാനും സംഘികളുടെ മൂട്ടിൽ വാണം കയറ്റാനും
ആ വാണം കത്തിച്ച് കൊടുത്തിട്ട് ഇവന്മാരുടെ ഇടയിൽ കൊണ്ട് പൊട്ടിക്കാനും ഒക്കെ തോന്നുള്ളൂ. നമ്മൾ എച്ചിൽ മുസ്ലിം എന്നൊക്കെ പേര് വെച്ചിട്ട് അതല്ലെങ്കിൽ നമ്മൾ സംഘി എന്നൊക്കെ പേര് വെച്ചിട്ട് നടക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ഇതാണ് കിട്ടേണ്ടത്. അപ്പം നമുക്ക് ചാനൽ ചർച്ച ചെയ്യാനുണ്ടാവും, നമുക്ക് പല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ടാവും. ഈ നാട്ടിലെ കംപ്ലീറ്റ് മുസ്ലിങ്ങളും തീവ്രവാദികളാക്കി അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ സ്പൈകളാക്കി മാറ്റാനൊക്കെ ചാൻസുകൾ കിട്ടും. ഇതാകുമ്പോൾ ഇപ്പം ഒന്നും നടക്കുന്നില്ല. നമ്മുടെ ഈ കഴിഞ്ഞ ഒരു 5-10 വർഷത്തിനിടയ്ക്ക് പാകിസ്ഥാൻ സ്പൈ ആയിട്ട് പിടിച്ചിട്ടുള്ള ആളുകളുടെ 70-80% പേരുകൾ നോക്കിക്കഴിഞ്ഞാലും ഈ പറഞ്ഞ മൈനോറിറ്റി ഇസ്ലാമിൽ വരാത്ത ആൾക്കാരാണ്. എത്ര പേര് ചർച്ച ചെയ്തു, എത്ര ചർച്ചകളായത്, എവിടെയല്ലേ എന്ത് ചർച്ച ആവാൻ? അത് നമുക്ക് പറ്റില്ലല്ലോ. നമ്മുടെ നാട് കുട്ടിച്ചോറിനാക്കണമെങ്കിൽ തിരിച്ചല്ലേ നമുക്ക് ചർച്ചകൾ വരേണ്ടത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്താണെങ്കിലും ന്യൂസ് നിങ്ങളെല്ലാവരും കണ്ടു കാണും, എല്ലാ ചാനലിലും ഉണ്ട് ഈ ന്യൂസ്. ജസ്റ്റ് ഇന്ന് വൈകിട്ട് വരെ അങ്ങ് കാണാൻ പറ്റും. നാളെ മുതൽ ഇങ്ങനത്തെ ഒരു ന്യൂസോ ഡിസ്കഷനും ഒരു ചാനലിലും കാണാൻ പോകുന്നില്ല. അതാണ് അതിൻ്റെ സത്യാവസ്ഥ.